Hello class 4. അപ്പൊ എന്റെ ക്ലാസ് 4 മക്കളെ എല്ലാവരും ക്രിസ്മസ് എക്സാം തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഇംഗ്ലീഷിലെ ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പ്രെഡിക്റ്റ് ചെയ്താലോ? അപ്പൊ ഒരു സാന്റാക്ലോസ് ആയിട്ടാണ് മിസ്സിന്റെ വരവ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാന്റാക്ലോസ് ക്രിസ്മസിന് ഒരുപാട് ഗിഫ്റ്റ്സ് കൊണ്ടുവരില്ലേ? അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് മിസ് അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ എക്സാമിന് എജുപോർട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, പറഞ്ഞതേ വരുള്ളൂ, ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ, നാളെ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പ്രെഡിക്ഷനിലേക്ക് പോയാലോ? എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. വെയിറ്റിംഗ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് എൻ്റെ മക്കളെ ഇപ്പൊ തന്നെ പോയിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് താഴെ കമന്റ് ചെയ്യുക, ഐ എം റെഡി മിസ് എന്ന് താഴെ കമന്റും ചെയ്യുക. ഇനി ഇതാ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ക്വസ്റ്റ്യൻസ് ഇതാ ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നതാണ്. ഫസ്റ്റ് അൺനോൺ പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു കഥ തരും, അല്ലെങ്കിൽ കഥ അവിടെ എഴുതിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ടീച്ചർ കഥ പറഞ്ഞു തരും, അത് കേട്ടിട്ടോ, ഇനി കഥ തന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ടോ, അതിന് റിലേറ്റഡ് ആയിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 വേർഡിൽ എഴുതുന്ന സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ എന്നുള്ളത്. ആൻഡ് ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പൊ കോൺവെർസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ കോൺവെർസേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്തത് പോസ്റ്റർ ആണ് കേട്ടോ. വളരെയധികം പ്രാവശ്യം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ എന്നുള്ളത്. അപ്പോൾ പോസ്റ്ററും എൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് വാട്ടർ സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാകാം, അങ്ങനെ പല ഓക്കെ, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാവാം. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്ററോ പ്ലക്കാർഡോ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട്സ് റൈറ്റിംഗ്. തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ നമ്മുടെ കിങ്ങിൻ്റെ തോട്ട്സ് ആയിരിക്കും അല്ലെ, ഇപ്പൊ നമ്മുടെ ഐവൻ കിങ് ആയിട്ട് മാറിയിട്ടുള്ള ആ സമയത്തുള്ള തോട്ട്സ് ആയിരിക്കാം, മെർച്ചന്റിന്റെ തോട്ട്സ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അടുത്തതാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഒരു പിക്ചർ തന്നിട്ട് ആ ഒരു പിക്ചറിലുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളോട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അധികം ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ് പസിൽ എന്നുള്ളത്. ഓക്കെ, എടാ നിങ്ങൾ എല്ലാവരും പത്രത്തിലൊക്കെ ഇങ്ങനെ പസിൽസ് കാണുന്നുണ്ടോ? കളിക്കുടുക്ക പോലെയുള്ള പല ബാലഭൂമിയൊക്കെ പോലെയുള്ള പല മാസികകളിലും നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടാവുക, ഇതുപോലെ പസിലൊക്കെ എഴുതി കളിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ നോട്ട്ബുക്സിന്റെ ഒക്കെ ബാക്കിൽ എന്തുണ്ടാവാറുണ്ട്, ചില പസിൽസ് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പസിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. 99% ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എല്ലാവരും എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുക. ആൻഡ് ഈ ഒരു പ്രഡിക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. ആൻഡ് എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അവരും പഠിച്ചോട്ടെ, അവരും എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കോട്ടെ അല്ലേ? സോ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യുക. എജുപോർട്ടിന്റെ കൂടെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. എന്നാൽ ക്രിസ്മസ് എക്സാമിനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും പഠിച്ചു പോവുക. ആൻഡ് എക്സാമിന് ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാംസ് ആൻഡ് ബൈ, ലവ് യു.